ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനലിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം പിന്നെ ഇന്നലെ അതായത് ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനലിലെ അവരുടെ രണ്ടാമത്തെ മകളെ കല്യാണം ഉറപ്പിച്ച ആളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് സംഭവം. അപ്പോൾ അതിനെതിരെ കുറേ എന്താ പറയുക, ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെ ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും പാരൻസിനെ വല്ലാതെ പിന്നെ എന്താ പറയുക, പാരൻസ് മോശമായതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പോകുന്നത് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഒരുപാട് ചാനൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവരുടെ ഫസ്റ്റത്തെ മകളും അങ്ങനെ തന്നെയാണ് പോയത്. അപ്പം എന്തായാലും അതൊക്കെ നമ്മൾ എന്താ പറയുക, ആദ്യത്തെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോയി, രണ്ടാമത്തെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാരൻസിനെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനും ഒരു ടീനേജറെ പിന്നെ പാരൻ്റാണ്. അപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാരണം എത്രത്തോളമായിരിക്കും ആ ഒരു വിഷമം എന്നുള്ളത്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ആൾക്കാരുടെ മുന്നിൽ നമ്മളെ തലകുനി, ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഇതേ തെറ്റിനെ ആവർത്തിക്കപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ വീഡിയോസൊക്കെ, റിയാക്ടിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും പോകാനുള്ള പെൺകുട്ടികൾക്ക് അതൊരു പിന്നെ പ്രചോദനം കൂടിയാണ്. അത് കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു പാരൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തൊരു സങ്കടമുള്ള കാര്യമെന്ന് അറിയാം. കാരണം നമ്മൾ ഈ ഒരു ഇപ്പം ആ കുട്ടിക്ക് 19 വയസ്സായി. ഈ 19 വയസ്സ് വരെ നമ്മൾ വളർത്തി വലുതാക്കി നമ്മൾ എന്തോരം സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നറിയാം. പ്രത്യേകിച്ച് കുറച്ചെന്തെങ്കിലും സുഖമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു 19 വയസ്സ് വരെ ആ കുട്ടീനെ അവർക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു പിന്നെ പാരൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. പിന്നെ ഈ ഒരു കുട്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ 19 വയസ്സ് വരെ വളർത്തിയ വലുതാക്കിയ മാതാപിതാക്കളെക്കാളും വലുതാണോ? ഇപ്പോൾ കല്യാണം ഉറപ്പിച്ച ആളാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസത്തെ പരിചയമല്ലേ ഉണ്ടാവുള്ളൂ. ആ ആളുടെ കൂടെ ഇറങ്ങിപ്പോക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും അമ്മയും മക്കളും അച്ഛനും മക്കളായിട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചെറിയ ചെറിയ ആ ഒരു കല്യാണത്തിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും. ചില വീട്ടിൽ ഫിനാൻഷ്യലി, ചിലതല്ല മിക്ക വീടായിട്ടുണ്ടെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കല്യാണ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നമ്മളെന്താ പറയുക, ഗോൾഡിന് ഭയങ്കര റേറ്റ് കൂടുന്നൊരു പിന്നെ ദിവസങ്ങളാണ് ഈ ഒരു 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുണ്ടാവും. പിന്നെ അതുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും നല്ല ലാവിഷായിട്ടാണ് കല്യാണം നടത്തുന്നത്. പ്രത്യേകിച്ച് അവരൊരു ചാനലും കൂടിയുള്ള ആൾക്കാരാകുമ്പോഴും അപ്പോൾ എന്താ പറയുക, വീഡിയോസ് ഇടാനും ഒക്കെ അപ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ലെവലിലേ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്ട്രെസ്സും കൂടി ആകുമ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് വീട്ടിൽ കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ എന്തായാലും ആ ഒരു ഇറങ്ങിപ്പോക്ക് എന്താ പറയുക, അത്ര നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ആ കുട്ടി വന്ന് പിന്നെ ആ കുട്ടീൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എല്ലാ കാര്യത്തിനും ഞാൻ സത്യം പറഞ്ഞ ഇത്രയും റിസ്ക്കുള്ള കാര്യത്തിന് ആരും ഇങ്ങനെ കൂട്ടി നിൽക്കില്ല. അത്രയും നമുക്ക് റിസ്ക്കുള്ള കാര്യങ്ങൾക്ക് വരെ വരാൻ ഞാൻ ചോദിക്കാം, എൻ്റെ എന്തോരം ഫ്രണ്ട്സായിട്ട് അങ്ങനെ ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടി പറയുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവർ ഇത്രയും സപ്പോർട്ടീവ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര വിശ്വാസമായിപ്പോയി. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു 19 വയസ്സ് വരെ വളർത്തിയ മാതാപിതാക്കളെക്കാളും വലുതാണോ എനിക്ക് ഈ ഒരു പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളെന്ന് പറയുന്നത്? കാരണം അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, സങ്കടമുള്ളൊരു സംസാരമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പിന്നെ വളർത്തിയിട്ടുള്ള മക്കൾ നാളെ പറ്റി നമ്മളെ തള്ളി പറയാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയായിട്ട് വിവാഹം ഉറപ്പിച്ച് വെച്ച ആളുടെ കൂടെയാണ് ഈ കുട്ടി ഇറങ്ങി പോയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അതും വീട്ടുകാർ അറേഞ്ച്ഡ് മാരേജാണ്, വീട്ടുകാർ ഉറപ്പിച്ചൊരു വിവാഹമാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് ആ ഒരു കല്യാണം വരെയെങ്കിലും ഈ കുട്ടികളെ അവിടെ നിർത്തിയിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇവരൊന്ന് പറയുമ്പോഴേക്കും അതിന് ചാടി പുറപ്പെടലായിരുന്നു ഫ്രണ്ട്സായ ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത്. കാരണം നമുക്ക് ആ പാരൻസിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര സങ്കടമായിപ്പോകും. കാരണം അവർക്കും എന്തെല്ലോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. കാരണം അവരുടെ മൂത്ത മകളും ഇങ്ങനെ പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂത്ത മകൾ പോയപ്പോൾ തന്നെ എന്താ പറയുക, ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടാമത്തെ മകളും കൂടി ആയപ്പോൾ
പിന്നെ പറയും വേണ്ടിയല്ല, കാരണം ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫസ്റ്റ് കുട്ടി പോയപ്പോൾ, അല്ല ഫസ്റ്റ് കുട്ടി എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു വീട്ടിലെ അവസ്ഥ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റും ആ കുട്ടിക്ക് അത് പറയാൻ എന്ത് അവകാശമുള്ളത്, ഓക്കെയാണ്. പക്ഷേ എന്നാലും അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല, അപ്പോൾ അതേ എന്നെ തന്നെ റോൾ മോഡലാക്കിയിട്ടാണല്ലോ രണ്ടാമത്തെ ആളും പോയത് എന്നുള്ളത്. അപ്പം എന്തായാലും അത് കുറച്ചൊരു കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പെൺകുട്ടികളോട് പറയാന്ന് വെച്ചത്, നിങ്ങളത് ഏറ്റവും നിങ്ങൾക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തരാനേ നിങ്ങളെ പേരൻസ് ശ്രമിക്കത്തുള്ളൂ, അല്ലാതെ മോശം കാര്യങ്ങളൊന്നും നിങ്ങളോട് ചെയ്യാൻ പറയത്തില്ല. നല്ലൊരു സാഹചര്യത്തിൽ വളരുന്ന നല്ലൊരു മാതാപിതാക്കളാണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുള്ളൂ. മക്കളുടെ നന്മയ്ക്ക് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ ചാടിപ്പോയിട്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ല. പിന്നെ എന്നിട്ട് അതിന് പിന്നെ ഒരു ചാനൽ തുടങ്ങി, ആ ചാനലിൽ കൂടെ അവരെ കുറ്റം പറയാം, പാരൻസ് പിന്നെ മക്കളെ. അപ്പം നല്ലൊരു പിന്നെ കുടുംബമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പരസ്പരം കുറ്റം പറയാതിരിക്കുക. എന്തായാലും നിങ്ങളെ ഭാഗത്തു നിന്നുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ്, അപ്പോൾ ഇനി എന്താ പറയുക, കുറ്റം പറഞ്ഞിട്ട് ബാക്കിയുള്ള എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ അമ്മയും മക്കളും അച്ഛനും മക്കളൊക്കെ നിങ്ങൾ നന്നോ, പക്ഷേ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഇങ്ങനെ എത്ര യൂട്യൂബുള്ള കാലത്തോളം അത് അവിടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ ഇപ്പം നമുക്ക് അത്ര വലിയതായിട്ടൊന്നും തോന്നില്ല, കുറച്ച് കഴിഞ്ഞൊക്കെ കാണുമ്പോൾ നമുക്കത് വളരെ ചീപ്പായിട്ട് തോന്നും. പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോൾ ഞാനടക്കം റിലേഷൻഷിപ്പിലാവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ ടൈം ആകുമ്പോഴേ ഞങ്ങൾ പാരൻസ് അത് നടത്തി തരും, നല്ല നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് തന്നെ നടത്തി തരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പിന്നെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളെ എന്താ പറയുക പഠിത്തത്തിനെ ബാധിക്കും. പിന്നെ അതുണ്ടെങ്കിൽ അതൊരു മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒരു പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന റൂട്ടിൽ കൂടെ പോകണമെന്നില്ല. പിന്നെ പ്രണയിക്കുമ്പോഴെല്ലാവരും ഏറ്റവും നല്ല സ്വഭാവമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാലാണ് നമ്മൾ പതിയെ ആ ഒരു സ്വഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരാം. അപ്പോൾ എന്തിനാണ് നമ്മളെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗം ഇങ്ങനെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ സമയത്തിനായിട്ട് നീക്കി വെക്കുന്നത്. ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ പാരൻസ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സങ്കടമായി പോട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങളാണ് അവർ പറയുന്നത്. അപ്പോഴേക്കാണ് കുറേ ആൾക്കാർ അത് ട്രോളിയിട്ട് പിന്നെ അവർക്കെതിരായിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഈ ഒരു സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എല്ലാം ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു ടൈമും കൂടി ആകുമ്പോൾ, കാരണം അവർക്ക് പുറത്തേക്കും കൂടി അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നുണ്ടായത്. ശരിയാണത്. നമുക്ക് എന്തും നമ്മളെ നേരെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ പിന്നെ ഭീകരത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെല്ലാം കാണുമ്പോൾ അത് മറ്റുള്ളവർക്കുള്ളതല്ലേ, നമുക്കുള്ള എല്ലാലോ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് വരാം. എന്തായാലും അവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ കഴിയട്ടെ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇനിയും 2 കുട്ടികളും കൂടി ഉണ്ട്. കാരണം അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അവർക്കും കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇനിയും അധികം ഒന്നും അവരെ സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക. കാരണം അവരും ജീവിച്ചു വയ്ക്കട്ടെ. കാരണം അവരാരും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവരവരുടെ കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സൊക്കെ ഇടുന്ന ഒരു ടീമാണ്. അല്ലാതെ ആർക്കും അവരങ്ങനെ ഒരു ദ്രോഹവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.